ബോളിവുഡ് സംവിധായകനും കൊറിയോഗ്രാഫറുമായ റെമോ ഡിസൂസ ശബരിമലയിൽ ദർശനം നടത്തി. എനിബഡി ക്യാൻ ഡാൻസ് എന്ന ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് റെമോ. തന്റെ സർഗാത്മകമായ കഴിവുകൾ അയ്യപ്പൻ അനുഗ്രഹിച്ചു നൽകിയതാണ് എന്ന് റെമോ ഡിസൂസ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. പാലക്കാട് സ്വദേശിയായ റെമോ ഡിസൂസ വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ്. ബോളിവുഡ് സംവിധായകനും കൊറിയോഗ്രാഫറുമായിട്ടുള്ള റെമോ ഡിസൂസ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പമാണ് ശബരിമലയിൽ എത്തിയത്. ദർശനത്തിന് ശേഷം അദ്ദേഹം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെയായിരുന്നു ശബരിമലയിലേക്കുള്ള യാത്ര? എങ്ങനെ ദർശനം? Beautiful darshanam. First of all, Swami Sharanam, and may Ayyappa Swami bless every one of you. And it's always great to come here because whenever I come here, I get more energy. I humble down. I get spiritually lifted. So Ayyappa Swami is very, very close to me, and coming to Sabrimala Ayyappa temple is my every year's ritual. So every year I come here. എത്ര വർഷമായി ശബരിമലയിൽ വരാൻ തുടങ്ങിയിട്ട്? How many years? This is my so first I came on 2011, and then I had a gap, and then now last 3 years I'm coming every year. So, അത് താങ്കളുടെ ക്രിയേറ്റിവിറ്റി അതിന് ഈ ഒരു സ്പിരിച്വാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? Yes, creativity, and for everything, not only creativity but everything, Ayyappa Swami is the force behind me and every one of us. So it's always great to come here. And ABCD പോലെയുള്ള വലിയ ഹിറ്റ് സമ്മാനിച്ചൊരു ഡയറക്ടറാണ്. എന്താണ് ഇനി അടുത്തൊരു പദ്ധതികൾ? ശബരിമലയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഇനി എങ്ങനെയാണ് പ്ലാൻ? Now that Ayyappa Swami is with me and he's given me blessing, I'm going to start soon. By March, April, I'm going to start something which is a surprise for everyone. So that's why I'm here, and that's why I seek blessing from Ayyappa Swami. So wait for it. March, you'll get the news. ഓക്കെ, താങ്ക് യു. ഏതായാലും വർഷങ്ങളായി തന്നെ ശബരിമലയിലേക്ക് എത്താറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും മാർച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏതായാലും ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നത്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.